വെൽക്കം ടു മൈ വേന്യൂ. അപ്പൊ ഇത് നല്ല അടിപൊളിയായിട്ടുള്ള ബ്ലാക്കില് ഹക്കോബയുടെ ബോർഡർ വരുന്ന ഒരു പാറ്റേൺ ആണ് നമ്മൾ ചെയ്തേക്കുന്നത്. നല്ല രസമാട്ടോ ഇത് കാണാനായിട്ട്. ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. ഇതിപ്പം ഒരു ബോട്ട് നെക്ക് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ട്രാൻസ്പെറന്റ് ആയിട്ട് നെക്ക് പോർഷനിൽ ഇതേപോലെ ഈ ഒരു ട്രാൻസ്പെറന്റ് ആയിട്ട് ഈ ഒരു ഡിസൈനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് സ്ലീവിന്റെ എൻഡിലോട്ട് നമ്മൾ ഈ ഒരു ഹക്കോബയുടെ ബോർഡർ ട്രാൻസ്പെറന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല രസമാട്ടോ കാണാനായിട്ട്. അപ്പം ഇത് കുറച്ച് തിക്നെസ് കുറവാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വിത്ത് ലൈനിങ് ചെയ്യണമെങ്കിൽ സ്പെഷ്യലി പറഞ്ഞാൽ മതി. ഇതിപ്പോ നമ്മൾ ഹാഫ് ലൈനിങ് കൊടുത്തിട്ടുണ്ട്. ഈ സ്ലിറ്റ് വരേക്കും നമ്മൾ ഹാഫ് ലൈനിങ് കൊടുത്തിട്ടുണ്ട്. കാരണം ഈ ഒരു പോർഷനിലാണ് നമ്മൾ ഇതിങ്ങനെ പിടിച്ചു വലിക്കുമ്പോഴൊക്കെ ഡാമേജ് വരുന്നത്. അതുകൊണ്ടാണ്. കാരണം ഇത്രയും കോസ്റ്റ് ഒക്കെ വരുന്ന മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് അങ്ങനെ ആ ഭാഗം മാത്രമേ നമുക്ക് ഡാമേജ് വരാൻ ചാൻസ് ഉള്ളൂ അവർ ചെയ്യുമ്പോൾ. അപ്പം ഇതാണ് നെക്ക് വരുന്നത്. നല്ല അടിപൊളിയാട്ടോ. ഇതുപോലെ നെക്കിലോട്ട് നമ്മൾ ട്രാൻസ്പെറന്റ് ആയിട്ട് കൊടുത്തിട്ട് ഉള്ളിൽ ലൈനിങ് ഇത്രയും പോർഷനിൽ ട്രാൻസ്പെറന്റ് ആയിട്ട് കൊടുത്തിരിക്കുന്ന സ്ലീവും ഇതേപോലെ ഉണ്ട്. 47-48 ലെങ്ത് വരുന്നുണ്ട്. ആ ഡിസൈൻ വരുന്ന ചെറിയൊരു വൈറ്റിന്റെ ആ ഒരു ഡിസൈൻ വന്നേക്കുന്നത് കണ്ടോ, ഇതുപോലെ ഉണ്ട്. ഇതിന്റെ ബാക്ക് സൈഡ് ഈ ഒരു പ്രിന്റ് ഇതേപോലെ വരും. ഇതും എല്ലാം പ്യുവർ ഹാൻഡ് ബ്ലോക്സ് ആണ് കേട്ടോ. ഇതുകൊണ്ട് തന്നെയാണ് ഇതിന് മെറ്റീരിയൽസിനൊക്കെ നമുക്ക് കോസ്റ്റ് വരുന്നത്. ഇതിലെ പ്രിന്റ് എല്ലാം വന്നേക്കുന്ന ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ്സ് ആണ്. അപ്പം ഇത് ഇതേപോലെ ഉണ്ടാവും. ഇതിന്റെ ബാക്ക് സൈഡ് ഇതേപോലെ ഉണ്ടാവും. അപ്പം വിത്തൗട്ട് ബാക്ക് ബോർഡർ ആണെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. കാരണം ബാക്കിലോട്ടും ബോർഡർ വരും, നമുക്ക് കുറച്ച് കോസ്റ്റ് കൂടുന്നുണ്ട്. ആ സമയം ബാക്ക് പ്ലെയിൻ ആയിട്ട് വരികയാണെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ ഞാൻ ബാക്കിന്റെ ഒരു ഫോട്ടോ കാണിച്ചു തരാം കേട്ടോ. ബാക്കിൽ വേറെയും ഇതേപോലെ തന്നെ ട്രാൻസ്പെറന്റ് ആയിട്ട് ഇത്രയും പോർഷനിൽ ട്രാൻസ്പെറന്റ് അല്ല, ബാക്ക് ട്രാൻസ്പെറന്റ് അല്ല കേട്ടോ കൊടുത്തേക്കുന്നത്. ട്രാൻസ്പെറന്റ് ആയിട്ട് വേണമെങ്കിൽ പറഞ്ഞാൽ മതി. അപ്പം ഇങ്ങനെയാണ്. പിന്നെ അടുത്തത് ഈ ഒരു പാറ്റേൺ ഇതേപോലെ ഉണ്ടാവും. ഫുൾ ലൈനിങ് ആ കൊടുത്തേക്കുന്നത്. സ്ലീവിലോട്ടും ഇതേപോലെ ബോർഡർ കൊടുത്തിട്ടുണ്ട്. രണ്ട് സ്ലീവിലോട്ടും എൻഡിലോട്ടും ഇതേപോലെ ബോർഡർ ഉണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആണ്. ഇത് ബോട്ട് നെക്ക് വിത്ത് ചെറിയൊരു ഈ ഒരു പാറ്റേൺ ഇതേപോലെ ഉണ്ടാവും. ബോട്ട് നെക്ക് വെച്ചിട്ട് ചെറിയൊരു ഇതുപോലെ അജ്രക്കിന്റെ ഒരു പാച്ച് കൊടുത്തിട്ട് ബോർഡർ താഴോട്ട് ഇതേപോലെ നല്ല വീതിയിലുള്ള ബോർഡറും സ്ലീവിന്റെ എൻഡിലോട്ടും ആ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, സ്ലീവിന്റെ എൻഡ് ട്രാൻസ്പെറന്റ് ആയിട്ട് ഇതേപോലെ ആ ഒരു ബോർഡർ ഇതിനകത്തും കൊടുത്തിട്ടുണ്ട്. വിത്തൗട്ട് ലൈനിങ് ആണ്. വിത്ത് ലൈനിങ് ചെയ്യണമെന്നുള്ളവർ പറഞ്ഞാൽ മതി. അപ്പം ഇത് വിത്ത് ലൈനിങ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇതിന്റെ റേറ്റ് 2250 പ്ലസ് ഷിപ്പിംഗ് വരും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ബുക്ക് ചെയ്തിട്ട് ഒരു 10 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും ഡിസ്പാച്ച് ചെയ്യുന്നത്. ഓക്കെ, മെറൂൺ കളറിന്റെ വി കോളർ ഇതേപോലെ ഉണ്ടാവും. ഇതുപോലെ വി കോളർ വെച്ചിട്ട് നമ്മൾ എക്സ്ട്രാ ബോർഡറോ സ്ലീവിലോട്ട് ബോർഡറോ കാര്യങ്ങളോ ഒന്നും വെച്ചിട്ടില്ല. ഇതുപോലെ പ്ലെയിൻ ആയിട്ട് തന്നെ ഫുൾ ഇതുപോലെ ഈ ഒരു ഫാബ്രിക് തന്നെ യൂസ് ചെയ്തേക്കുന്നത്. ഓക്കെ, നമ്മൾ ഷർട്ട് കോളറിലോട്ട് ചെയ്തിട്ടുണ്ട്. സിമ്പിൾ ആയിട്ടൊരു ഷർട്ട് കോളർ ചെയ്തിട്ട് ഒത്തിരി വൈഡൊന്നും അല്ലാതെ ഇതുപോലെ കൊടുത്തിട്ടുള്ള ഒരു റെയർ ഷെയ്ഡാണ്. എപ്പോഴും അജ്രക്കില് ഞാൻ ഇപ്പം പറയണ പോലെ തന്നെ മെറൂണും ബ്ലാക്കും ഒക്കെ കിട്ടാറുള്ളൂ. അപ്പൊ ഇതുപോലത്തെ ഷെയ്ഡ്സ് ഭയങ്കര റെയർ ആണ്. കഴിഞ്ഞ വർഷം യെല്ലോ കിട്ടിയായിരുന്നു, അത് ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെന്താ, അപ്പൊ ഇതേപോലെ ഉണ്ടാവും. ഇതിന്റെ ബോർഡർ ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം, നിങ്ങൾക്ക് അത് പറഞ്ഞാൽ മതി. സെയിം ഇതേപോലെ തന്നെ ഫുൾ ഇതേപോലെ തന്നെ വേണമെങ്കിൽ നമ്മൾ ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ബോർഡർ കൊടുത്തേക്കുന്നത്. വിത്ത് ലൈനിങ് ചെയ്യാൻ വേണമെങ്കിൽ ചെയ്താൽ മതി. എപ്പോഴും ഈ ഒരു ഡൾ ലുക്കാണ് കേട്ടോ. അജ്രക്ക് കളർ ബ്രീഡ് ഉണ്ടാവില്ല, എന്നാൽ വാഷ് ചെയ്യുമ്പോൾ പ്രശ്നമോ ചുരുങ്ങണോ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ലുക്ക് ഒരു ഡൾ ലുക്കായിരിക്കും. പക്ഷെ അതൊരു സ്റ്റാൻഡേർഡ് ആണ്. അജ്രക്കിന്റെ തന്നെ അറിയാവുന്നവർക്ക് അറിയാലോ.